ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിച്ച് ഒരു ഉപ്പുമാവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഉപ്പുമാവ് തയ്യാറാക്കാനായി ആദ്യം കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മി കഴുകണം. എങ്കിൽ മാത്രമേ അതിലുള്ള അഴുക്കും മണ്ണും എല്ലാം നല്ല രീതിക്കൊന്ന് പോയി കിട്ടുള്ളൂ. സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ കഴിക്കാവുന്നതാണ്. വെറുതെ പുഴുങ്ങി കഴിക്കാം, എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കി കഴിക്കാം. അത് നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ വെള്ളത്തിലേക്കിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇത് തന്നെ മതിയാവും. ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ആവുമായിരിക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ ഒരടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. ഞാനിവിടെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടാണ് കുത്തി നോക്കിയത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. കിഴങ്ങിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് വളരെ നൈസാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇളക്കിയെടുക്കാനായിട്ട്. ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ്. സ്വീറ്റ് പൊട്ടാറ്റോ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നോക്കിയേ, കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എല്ലാം ഈവണായിട്ടിരിക്കുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ പോവുകയാണ്. ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതിയാവും. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില ചേർക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ റെസിപ്പിക്ക് ഒരു മഞ്ഞ കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം.
സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ കിഴങ്ങിന് അധികം മധുരം തോന്നാത്തതുകൊണ്ട് ചെറിയ മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉപ്പായാലും ചേർത്ത് കൊടുക്കാം, സാരമില്ല. പഞ്ചസാര ഇവയോടൊപ്പം അലിഞ്ഞു ചേരുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അവസാനം കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.